ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു എന്നിട്ട് ഇങ്ങനെ പ്രതിപക്ഷ സമരമൊക്കെ നടക്കുന്നുണ്ട്. സ്പീക്കർ എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായ പ്രകടനം വന്നില്ലല്ലോ. ഏത് മന്ത്രിക്കെതിരെ? അതിലിപ്പം നിങ്ങളിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. അത് ഇന്ന് രാവിലെ നിങ്ങളുടെ തന്നെ പല ചാനലുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് കാർഡിലൂടെ മനസ്സിലാക്കുന്ന പ്രശ്നം പരിഹരിച്ചു എന്നാണ്. അപ്പം നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന വിഷയം അതൊരു ഫാമിലി ഇഷ്യൂ ആണ്. അതിന്ന് അവർ തന്നെ പരിഹരിച്ചു എന്ന് നിങ്ങളുടെ തന്നെ ചാനലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പത്നി വന്ന് പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രിയുടെ ഭാര്യ. അപ്പോൾ അത് പോലീസിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസാണ്. അത് നിങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിഷയമുള്ളൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ആ പ്രശ്നം പരിഹരിച്ചു എന്ന് ഇന്ന് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ആ പ്രശ്നം ക്ലോസ്ഡ് ചാപ്റ്ററാണ്. അതല്ല, ഒരു കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞത് മാത്രം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണോ അത് എന്നുള്ളതാണ്. അതിനകത്തുള്ള പ്രശ്നം അവർ വന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ കൊടുത്തല്ല, നിങ്ങൾ കണ്ടെത്തിയതല്ലോ. അവർ വന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കൊടുത്തത്. സ്വാഭാവികം അവർ തന്നെ വന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് നിങ്ങളോട് തന്നെ മനസ്സിലാക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എനിക്ക് അറിയുന്നതല്ല. അടക്കമുള്ള വിഷയങ്ങളാണ് നേരത്തെ ഉന്നയിക്കപ്പെട്ടത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതിൽ എഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞാലേ കേസ് ഉണ്ടാവുള്ളൂ. അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ യോജിച്ചു പോകുന്നു, അവർ തന്നെ പറഞ്ഞു. അതോടെ ആ പ്രശ്നം അവസാനിച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായി അത് മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങളായിട്ട് രാഷ്ട്രീയ പ്രശ്നമാക്കണ്ട. നിരന്തരം സദാചാര പ്രശ്നങ്ങളിൽ പെടുന്ന ഒരാൾക്കെതിരെയാണല്ലോ ആരോപണം ഉയർന്നത്. സ്വാഭാവികമായിട്ട് അത് സഭയുടെ ഒക്കെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ? ഇനിയിപ്പോൾ ഏതായാലും സഭ ഇപ്പോൾ ഇല്ല, തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 2-3 ദിവസം കൊണ്ട് ഇലക്ഷൻ വരും. പിന്നീട് വി ക്യാൻ ലീവ് ഇറ്റ് ടു പീപ്പിൾ. അവർ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണല്ലോ, അവർ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ അതിനകത്ത് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. സ്പീക്കർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി എന്നെ സ്പീക്കറായി തീരുമാനിച്ചു. സ്വാഭാവികം അൺബയസ്ഡായി പ്രവർത്തിക്കണം. എൻ്റെ പൂർണ്ണ ബോധ്യം സഭക്കകത്ത് അൺബയസ്ഡായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൺബയസ്ഡായി, ഞാനൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, സ്വാഭാവികം എനിക്ക് രാഷ്ട്രീയം പറയേണ്ടി വരും. സ്വാഭാവികമായി ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. നമ്മൾ ജനങ്ങൾക്ക് ഇവിടെ, അതിന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അവർ തീരുമാനിക്കട്ടെ. യെസ്, ആദ്യമായല്ല ഈ ഗണേശ് സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഭാര്യയുമായി വിഷയപ്പെട്ട ഈ സമ്മാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തരത്തിലുണ്ടാവുകയാണ്. മന്ത്രിമാർക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ, അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഏതായി കഴിഞ്ഞാൽ ഏത് വിഷയമായി കഴിഞ്ഞാൽ ഞാൻ അതിലൊറ്റ ഉത്തരവേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അവർ തീരുമാനിക്കട്ടെ. അവിടെ ക്യാമ്പയിൻ നടത്തട്ടെ, എല്ലാവരും അവർ തീരുമാനിക്കട്ടെ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.